നമ്മളിന്ന് കെമിസ്ട്രിയിലൊരു ടോപ്പിക്ക് സ്റ്റാർട്ട് ചെയ്യാണ്. നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്ന ടോപ്പിക്ക് ഗ്ലാസ് ആണ്. അപ്പോൾ എന്താ ഗ്ലാസ്? ഗ്ലാസ് ഈസ് ആൻ അമോർഫസ്, ഹാർഡ്, ബ്രിട്ടിൽ, ട്രാൻസ്പെയറൻറ്റ് ഓർ ട്രാൻസ്ലൂസൻ, സൂപ്പർ കൂൾഡ് ലിക്വിഡ് ആണ്. അപ്പോൾ എന്താ ഗ്ലാസ് എന്ന് ചോദിച്ചാൽ, ഗ്ലാസ് അമോർഫസ് ആണ്, ഗ്ലാസ് ഹാർഡാണ്, ഗ്ലാസ് ബ്രിട്ടിലാണ്. അതുപോലെ ഇറ്റ് ക്യാൻ ബി ട്രാൻസ്ലൂസൻറ്റ് ഓർ ട്രാൻസ്പെറൻറ്റ്. ചില ഗ്ലാസ് നമുക്കറിയാം ട്രാൻസ്പെറൻ്റ് ആണ്, ചിലത് ട്രാൻസ്ലൂസൻ്റ് ആണ്. ഇനി എന്താ ഗ്ലാസ് എന്ന് ചോദിച്ചാൽ, ഗ്ലാസ് ഈസ് എ സൂപ്പർ കൂൾഡ് ലിക്വിഡ്. സൂപ്പർ കൂൾഡ് ലിക്വിഡാണ് ഗ്ലാസ്. ഇതിൻ്റെ വിസ്കോസിറ്റി, ലിക്വിഡിൻ്റെ വിസ്കോസിറ്റി ഇൻഫിനിറ്റ് ആണ്, അതായത് അത് ഫ്ലോ ചെയ്യില്ല. സോ ഇൻഫിനിറ്റ് വിസ്കോസിറ്റി ഉള്ള ഒരു സൂപ്പർ കൂൾഡ് ലിക്വിഡാണ് ഗ്ലാസ് എന്ന് പറയുന്നത്. സോ വാട്ട് ഈസ് ഗ്ലാസ്? ഗ്ലാസ് ഈസ് ആൻ അമോർഫസ്, ഹാർഡ്, ബ്രിട്ടിൽ, ട്രാൻസ്പെറൻറ്റ് ഓർ ട്രാൻസ്ലൂസൻറ്റ് സൂപ്പർ കൂൾഡ് ലിക്വിഡ് ഓഫ് ഇൻഫിനിറ്റ് വിസ്കോസിറ്റി. ഇനി എങ്ങനെയാണ് ഗ്ലാസ് കിട്ടുന്നത്, അല്ലെ ഗ്ലാസ് ഉണ്ടാക്കുന്നത് എങ്ങനെയാണ്? ഇറ്റ് ഈസ് ഒബ്റ്റെയിൻഡ് ബൈ ഫ്യൂസിങ് എ മിക്സ്ചർ ഓഫ് എ നമ്പർ ഓഫ് മെറ്റാലിക് സിലിക്കേറ്റ്. മെറ്റാലിക് സിലിക്കേറ്റ്സ് അതായത് സോഡിയം, പൊട്ടാസ്യം, കാൽസ്യം, ലെഡ്, ഇതിൻ്റെയൊക്കെ സിലിക്കേറ്റ്സ് ഫ്യൂസ് ചെയ്തിട്ട് കിട്ടുന്നതാണ് ഗ്ലാസ് എന്ന് പറയുന്നത്. ഗ്ലാസ്സിന് മറ്റ് ചില പ്രത്യേകതകളൂടെ ഉണ്ട്. ഗ്ലാസ്സിന് ഷാർപ്പ് ഒരു മെൽറ്റിംഗ് പോയിൻ്റ് ഇല്ല. അതുപോലെ തന്നെ അതിന് ഒരു ഡെഫിനിറ്റ് ഫോർമുലയും ഇല്ല, ക്രിസ്റ്റലൈൻ സ്ട്രക്ചറും ഇല്ല. എന്നാലും നമുക്ക് ഗ്ലാസ്സിനൊരു ഫോർമുലയായിട്ട് പറയാൻ പറ്റുന്നൊരു കാര്യമാണ് XR2O YMO 6SiO2 എന്നത്. XR2O YMO 6SiO2. ഇതിനകത്ത് R എന്ന് പറയുന്നത് മോണോവാലൻ്റ് ആൽക്കലി മെറ്റലാറ്റമാണ്. മോണോവാലൻ്റ്, അതായത് വാലൻസ് ഷെല്ലിൽ ഒരു ഇലക്ട്രോണുള്ള ആൽക്കലി മെറ്റലാറ്റമാണ് R എന്ന് പറയുന്നത്. അത് സോഡിയം ആവാം, പൊട്ടാസ്യം ആകാം. M എന്ന് പറയുന്നത് ബൈവാലൻ്റ് മെറ്റലാറ്റമാണ്. ഇപ്പോൾ എക്സാമ്പിളിന് കാൽസ്യമോ ലെഡോ ആവാം. പിന്നെ ഉള്ളത് എക്സും വൈയുമാണ്. എക്സും വൈയും എന്തായിരിക്കും? അത് ഹോൾ നമ്പേഴ്സ് ആയിരിക്കും. സോ നമുക്ക് ഗ്ലാസിൻ്റെ ഫോർമുലയായിട്ട് എഴുതാൻ പറ്റുന്നത് XR2O YMO 6SiO2 എന്നാണ്. ഇനി ചില ഗ്ലാസ്സുകളിൽ ഈ SiO2 റീപ്ലേസ് ചെയ്തുകൊണ്ട് ആര് വരും? Al2O3 B2O3 P2O5 ഒക്കെ വരാറുണ്ട്. അങ്ങനെയാണെങ്കിൽ നമ്മുടെ ഓർഡിനറി ഗ്ലാസ്, അതായത് സോഡ ലൈം ഗ്ലാസിൻ്റെ ഇക്വേഷൻ എന്തായിരിക്കും? ഓർഡിനറി ഗ്ലാസ് Na2O CaO 6SiO2 എന്നാണ്. Na2O CaO 6SiO2 ആണ് നമ്മുടെ ഓർഡിനറി ഗ്ലാസ് എന്ന് പറയുന്നത്. ഇനി നമുക്ക് നോക്കാനുള്ളത് ജനറൽ പ്രോപ്പർട്ടീസ് ഓഫ് ഗ്ലാസ് ആണ്. ഗ്ലാസിൻ്റെ പ്രോപ്പർട്ടീസ്. ഗ്ലാസ് എന്ന് പറയുന്നത് അമോർഫസ് ആണ്. നമ്മൾ ആദ്യമേ പറഞ്ഞു ഗ്ലാസ് അമോർഫസ് ആണ്. അതുപോലെ ഒരു ഡെഫിനിറ്റ് മെൽറ്റിംഗ് പോയിൻ്റ് ഇല്ല. ഗ്ലാസ് അമോർഫസ് ആണ്, ഇതിനൊരു ഡെഫിനിറ്റ് മെൽറ്റിംഗ് പോയിൻ്റ് ഇല്ല. അതുപോലെ അതിന് ലൈറ്റ് അബ്സോർബ് ചെയ്യാം, റിഫ്ലക്റ്റ് ചെയ്യാം, അല്ലെങ്കിൽ ട്രാൻസ്മിറ്റ് ചെയ്യാം. ട്രാൻസ്ലൂസൻറ്റും ഉണ്ട്, ട്രാൻസ്പെയറൻറ്റും ഉണ്ടെന്ന് നമ്മൾ പറഞ്ഞു ഗ്ലാസ്. സോ ഗ്ലാസ്സിന് ലൈറ്റ് അബ്സോർബ് ചെയ്യാം, അതുപോലെ ട്രാൻസ്മിറ്റ് ചെയ്യാം, റിഫ്ലക്റ്റും ചെയ്യാം. പിന്നെ ഗ്ലാസ് നമുക്ക് നല്ല രീതിയിൽ പോളിഷ് ചെയ്തെടുക്കാം. നമുക്കറിയാം ഗ്ലാസ് നല്ല രീതിയിൽ പോളിഷ് ചെയ്തെടുക്കാൻ പറ്റും. അതുപോലെ ഗുഡ് ഇലക്ട്രിക്കൽ ഇൻസുലേറ്റർ ആണ്. ഇലക്ട്രിസിറ്റിയെ കടത്തി വിടത്തില്ല. ഇലക്ട്രിസിറ്റിക്ക് ഒരു നല്ല ഇൻസുലേറ്റർ ആണ്. പിന്നെ ഗ്ലാസ് ആൽക്കലീസിനാൽ അഫക്റ്റ് ചെയ്യപ്പെടും. ഗ്ലാസ് ആൽക്കലീസ് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ഗ്ലാസ് അഫക്റ്റ് ചെയ്യപ്പെടും. പക്ഷേ ഗ്ലാസ്സിന് എയറോ വാട്ടറോ ആസിഡോ കെമിക്കൽ റിയേജൻറ്റോ ഇതൊക്കെ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ യാതൊരു മാറ്റവും വരില്ല. ഇറ്റ് ഈസ് നോട്ട് അഫക്റ്റഡ് ബൈ എയർ, വാട്ടർ, ആസിഡ് ഓർ കെമിക്കൽ റിയേജൻറ്റ്. ആകെ ഒരു എക്സെപ്ഷൻ ഉള്ളത് ആരാണ്? അത് ഹൈഡ്രോഫ്ലൂറിക് ആസിഡാണ്. പിന്നെ ഉള്ളതെന്ന് പറഞ്ഞാൽ ഗ്ലാസ് നമുക്ക് എന്ത് സാധനം വേണമെങ്കിലും, എത്ര ഇൻട്രിക്കേറ്റ് ആയിട്ടുള്ള എന്ത് സാധനം വേണമെങ്കിലും ഉണ്ടാക്കാനായിട്ട് യൂസ് ചെയ്യാൻ പറ്റും. സോ ഗ്ലാസ് ക്യാൻ ബി ഫോംഡ് ഇൻ ടു ആർട്ടിക്കിൾസ്. അതുപോലെ ഗ്ലാസ് ബ്രിട്ടിലാണ്. അതുപോലെ ചൂടാക്കി കഴിഞ്ഞാൽ ഗ്ലാസ് സോഫ്റ്റ് ആവും. സോഫ്റ്റൻസ് ഓൺ ഹീറ്റിംഗ്. ചൂടാക്കി കഴിഞ്ഞാൽ ഗ്ലാസ് സോഫ്റ്റ് ആവും. ഗ്ലാസിൻ്റെ ഇൻറ്റേർണൽ സ്ട്രക്ചർ എന്ന് പറയുന്നത് ഹോമോജീനിയസ് ആണ്. ലിക്വിഡിന് സിമിലർ ആയൊരു സ്ട്രക്ചറാണ്, അത് ഹോമോജീനിയസ് സ്ട്രക്ചറാണ്. അതുപോലെ ഗ്ലാസ്സിന് ക്രിസ്റ്റലൈൻ സ്ട്രക്ചർ ഇല്ല. ഇത്രയുമാണ് ഗ്ലാസിൻ്റെ പ്രോപ്പർട്ടീസ്, ജനറൽ പ്രോപ്പർട്ടീസ് എന്ന് പറയുന്നത്.
ഇനി നോക്കാനുള്ളത് ഗ്ലാസിൻ്റെ മാനുഫാക്ചറിൽ യൂസ് ചെയ്യുന്ന റോ മെറ്റീരിയൽസ് ആണ്. അപ്പം സോഡിയത്തിൻ്റെ സോഴ്സായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത് സോഡയാണ്. Na2CO3 സോഡയാണ് സോഡിയത്തിൻ്റെ സോഴ്സായിട്ട് യൂസ് ചെയ്യുന്നത്. സോഫ്റ്റ് ഗ്ലാസ്സിന് വേണ്ടിയിട്ടാണ് സോഡിയം നമ്മൾ യൂസ് ചെയ്യുന്നത്. പൊട്ടാസ്യത്തിൻ്റെ സോഴ്സായിട്ട് പൊട്ടാഷാണ് K2CO3. ഹാർഡ് ഗ്ലാസ് മാനുഫാക്ചർ ചെയ്യുമ്പം പൊട്ടാസ്യത്തിൻ്റെ സോഴ്സായിട്ട് പൊട്ടാഷ് എന്ന് പറയുമ്പം K2CO3 ആണ്. കാൽസ്യത്തിൻ്റെ സോഴ്സ് എന്താണ്? ലൈംസ്റ്റോണും ചോക്കും ലൈമും ഒക്കെയാണ് കാൽസ്യത്തിൻ്റെ സോഴ്സ്. ലെഡിൻ്റെ സോഴ്സ് എന്ന് പറയുന്നത് ലിത്താർജ്, അതുപോലെ റെഡ് ലെഡാണ്. ഫ്ലിൻറ്റ് ഗ്ലാസിൻ്റെ മാനുഫാക്ചറിനാണ് നമ്മൾ ലെഡ് യൂസ് ചെയ്യുന്നത്. സിലിക്കയുടെ സോഴ്സ് എന്തൊക്കെയാണ്? സിലിക്കയുടെ സോഴ്സ് ക്വാർട്സ്, വൈറ്റ് സാൻഡ്, ഇഗ്നൈറ്റഡ് ഫ്ലിൻറ്റ് ഇതൊക്കെയാണ്. സിങ്കിൻ്റെ സോഴ്സ് എന്ന് പറയുന്നത് സിങ്ക് ഓക്സൈഡാണ്. സിങ്കിൻ്റെ സോഴ്സ് സിങ്ക് ഓക്സൈഡാണ്. സിങ്ക് യൂസ് ചെയ്യുന്ന എപ്പോഴാണ്? ഹീറ്റ് ആൻഡ് ഷോക്ക് പ്രൂഫ് ഗ്ലാസ്സിന് വേണ്ടിയിട്ടാണ്. ഹീറ്റ് ആൻഡ് ഷോക്ക് പ്രൂഫ് ഗ്ലാസ്സിനാണ് സിങ്ക് യൂസ് ചെയ്യുന്നത്. ബോറേറ്റിൻ്റെ സോഴ്സ് ബോറാക്സ് അല്ലെങ്കിൽ ബോറിക് ആസിഡാണ്. ബോറേറ്റിൻ്റെ സോഴ്സ് ഏതാ? ബോറാക്സ് അല്ലെങ്കിൽ ബോറിക് ആസിഡ്. ഹീറ്റ് ആൻഡ് ഷോക്ക് പ്രൂഫ് ഗ്ലാസ്സിനാണ് ബോറേറ്റും യൂസ് ചെയ്യുന്നത്. അതുപോലെ പീസസ് ഓഫ് ബ്രോക്കൺ ഗ്ലാസ് എന്തിനാണ്? ഫ്യൂസിബിലിറ്റി കൂട്ടാൻ വേണ്ടി പീസസ് ഓഫ് ബ്രോക്കൺ ഗ്ലാസ് നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. അതുപോലെ കളേഴ്സ്, യെല്ലോ കളർ കിട്ടാൻ വേണ്ടി ഫെറിക് സോൾട്ട് ആണ് യൂസ് ചെയ്യുന്നത്. യെല്ലോ കളറിന് വേണ്ടി ഫെറിക് സോൾട്ട്. ഗ്രീൻ കളറാണെങ്കിൽ ഫെറസ് ആൻഡ് ക്രോമിയം സോൾട്ടാണ്. ഗ്രീൻ കളർ കിട്ടാൻ ഫെറസ് ആൻഡ് ക്രോമിയം സോൾട്ട്, യെല്ലോ കിട്ടാൻ ഫെറിക് സോൾട്ട്. ഗ്രീൻ ആണെങ്കിൽ ഫെറസ് ആൻഡ് ക്രോമിയം സോൾട്ട്. ബ്ലൂ ആണല്ലോ, ബ്ലൂ കളർ കിട്ടാൻ കൊബാൾട്ട് സോൾട്ട്. ബ്ലൂ കളറിന് കൊബാൾട്ട് സോൾട്ട്. പർപ്പിൾ ആണെങ്കിൽ മാംഗനീസ് ഡയോക്സൈഡ് ആണ്. പർപ്പിൾ മാംഗനീസ് ഡയോക്സൈഡ്. ഒപ്പേക്ക് മിൽക്കി വൈറ്റ് കളറാണെങ്കിൽ ക്രയോലൈറ്റ് അല്ലെങ്കിൽ കാൽസ്യം ഫോസ്ഫേറ്റ് യൂസ് ചെയ്താൽ ഒപ്പേക്ക് മിൽക്കി വൈറ്റ് അപ്പിയറൻസ് ആണ് കിട്ടുന്നത്. സോ കളേഴ്സ് ഒന്നുകൂടെ ഓർത്ത് നോക്കുക. യെല്ലോ ഫെറിക് സോൾട്ട്, ഗ്രീൻ ഫെറസ് ആൻഡ് ക്രോമിയം സോൾട്ട്, ബ്ലൂ കൊബാൾട്ട് സോൾട്ട്, പർപ്പിൾ മാംഗനീസ് ഡയോക്സൈഡ്, ഒപ്പേക്ക് മിൽക്കി വൈറ്റ്, ക്രയോലൈറ്റ് അല്ലെങ്കിൽ കാൽസ്യം ഫോസ്ഫേറ്റ്. ഇനി നമുക്ക് നോക്കാനുള്ളത് മാനുഫാക്ചറിങ്ങിൻ്റെ സ്റ്റെപ്സ് ആണ്. ഗ്ലാസ് മാനുഫാക്ചറിങ്ങിൻ്റെ സ്റ്റെപ്സ്. ആദ്യത്തെ സ്റ്റെപ്പ് എന്താണ്? മെൽറ്റിംഗ് ആണ്. മെൽറ്റിങ്ങിൽ നമ്മൾ എന്താ ചെയ്യുന്നത്? റോ മെറ്റീരിയൽസ് കറക്റ്റ് പ്രൊപ്പോർഷനിൽ എടുക്കും. റോ മെറ്റീരിയൽസ് എന്ന് പറയുമ്പം ഇപ്പോൾ എക്സാമ്പിളായിട്ട് കോമൺ ഗ്ലാസ് അല്ലെങ്കിൽ സോഡ ഗ്ലാസ് ആണെങ്കിൽ സാൻഡ്, സോഡ ആഷ്, ലൈംസ്റ്റോൺ ഇതൊക്കെ എടുക്കുന്നത്. സാൻഡ്, സോഡ ആഷ്, ലൈംസ്റ്റോൺ. അപ്പം ഏത് ഗ്ലാസ്സാണോ ഉണ്ടാക്കണ്ടേ അതിൻ്റെ റോ മെറ്റീരിയൽസ് കറക്റ്റ് പ്രൊപ്പോർഷനിൽ നമ്മൾ എടുക്കും. എന്നിട്ട് നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ കുള്ളറ്റ്സ്. എന്താ കുള്ളറ്റ്സ്? പീസസ് ഓഫ് ബ്രോക്കൺ ഗ്ലാസ് ആണ് കുള്ളറ്റ്സ് എന്ന് പറയുന്നത്. ഇത് രണ്ടും കൂടെ മിക്സ് ചെയ്യും. റോ മെറ്റീരിയൽസ് കറക്റ്റ് പ്രൊപ്പോർഷനിൽ എടുത്തതും കുള്ളറ്റ്സും കൂടെ മിക്സ് ചെയ്തിട്ട് നന്നായിട്ട് പൗഡറാക്കും. ഫൈൻ പൗഡറാക്കി മിക്സ് ചെയ്ത് ഫൈൻ പൗഡറാക്കിയതിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്? ബാച്ച് എന്ന് വിളിക്കും. അപ്പോൾ റോ മെറ്റീരിയൽസും കുള്ളറ്റ്സും കൂടെ എടുത്തിട്ട് ഇത് മിക്സ് ചെയ്ത് ഫൈൻ പൗഡറാക്കിയതിനെ വിളിക്കുന്ന പേരാണ് ബാച്ച്. ഈ ബാച്ച് എന്ത് ചെയ്യും? ഹൈ ഗ്രേഡ് ഗ്ലാസ്സിന് വേണ്ടിയാണെങ്കിൽ ഫയർ ക്ലേ പോട്ടിലോ അല്ലെങ്കിൽ അല്ലാത്ത ഗ്ലാസ് ആണെങ്കിൽ ഓപ്പൺ ഹാർത്ത് ഫർണസിൻ്റെ ഭാഗമായ ടാങ്കിലോ ഇതിനെ ഫ്യൂസ് ചെയ്യും. ഇപ്പോൾ ഫ്യൂസ് ചെയ്യാൻ വേണ്ട ടെമ്പറേച്ചർ എത്രയാണ്? ഒരു 1800 ഡിഗ്രി സെൽഷ്യസ് വേണം. ഗ്ലാസ് ഫ്യൂസ് ചെയ്യാൻ വേണ്ടി 1800 ഡിഗ്രി സെൽഷ്യസ് വേണം. അപ്പോൾ ഈ ടെമ്പറേച്ചർ പ്രൊഡ്യൂസ് ചെയ്യാൻ പ്രൊഡ്യൂസർ ഗ്യാസും എയർ മിക്സ്ചറും കൂടെ ബേൺ ചെയ്യും. എന്താണ് ബേൺ ചെയ്യുന്നത്? പ്രൊഡ്യൂസർ ഗ്യാസും എയർ മിക്സ്ചറും കൂടെ ബേൺ ചെയ്യും. അങ്ങനെ 1800 ഡിഗ്രി സെൽഷ്യസിൽ ഈ ചാർജ് മെൽട്ടായിട്ട് ഇത് ഫ്യൂസ് ആവും. ഇപ്പം സോഡ ഗ്ലാസ് ആണെങ്കിൽ നടക്കുന്ന കെമിക്കൽ റിയാക്ഷൻ എന്താണ്? CaCO3 SiO2 ആയിട്ട് കമ്പൈൻ ചെയ്യും. CaCO3യും SiO2യും കൂടെ കമ്പൈൻ ചെയ്ത് CaSiO3 ഉണ്ടാവും, പ്ലസ് കാർബൺ ഡൈ ഓക്സൈഡ് ഉണ്ടാവും. അതുപോലെ Na2CO3 SiO2 ആയിട്ട് കമ്പൈൻ ചെയ്ത് Na2SiO3 ഉണ്ടാവും, പ്ലസ് കാർബൺ ഡൈ ഓക്സൈഡ് ഉണ്ടാവും. അപ്പോൾ ഇങ്ങനെ ഉണ്ടാവുന്ന കാർബൺ ഡൈ ഓക്സൈഡ് ഫുള്ള് ഇതിനകത്തുനിന്ന്, ഈ മെൽറ്റ് ചെയ്ത സാധനത്തിനകത്തുനിന്ന് എസ്കേപ്പ് ആവും. അപ്പം കാർബൺ ഡൈ ഓക്സൈഡ് ഫുൾ എസ്കേപ്പ് ആവും. അത് കഴിയുമ്പോൾ നമ്മൾ എന്ത് ആഡ് ചെയ്യും? ഡീകളറൈസേഴ്സ് ആഡ് ചെയ്യും. അതായത് എന്തെങ്കിലും ഇപ്പം ഫെറസ് കോമ്പൗണ്ടോ കാർബണോ ഒക്കെ ഉണ്ടെങ്കിൽ അത് പോകാൻ വേണ്ടി ഡീകളറൈസർ ആഡ് ചെയ്യും. ഡീകളറൈസറായിട്ട് ആഡ് ചെയ്യുന്നത് നൈട്രേ അല്ലെങ്കിൽ MnO2 ആണ്. ഡീകളറൈസറായിട്ട് ആഡ് ചെയ്യുന്നത് എന്താണ്? നൈട്രേ അല്ലെങ്കിൽ MnO2 ആഡ് ചെയ്യും.
കളേർഡ് ഗ്ലാസ് ആണ് നിങ്ങൾക്ക് പ്രൊഡ്യൂസ് ചെയ്യേണ്ടതെങ്കിൽ കളറിങ് സോൾട്ട് നമ്മൾ ഈ ഫേസിലാണ് ആഡ് ചെയ്യുന്നത്. ഈ സമയത്ത് കളറിങ് സോൾട്ട് ആഡ് ചെയ്യും. അങ്ങനെ ഇത് വീണ്ടും ഹീറ്റ് ചെയ്തുകൊണ്ടിരിക്കും. എപ്പോൾ വരെ ഹീറ്റ് ചെയ്യും? ഈ മെൽറ്റ് ചെയ്ത സാധനത്തിനകത്തുനിന്ന് ബബിൾസും കംപ്ലീറ്റ് പോകണം, ഗ്ലാസ് ബോൾസും പോകും വരെ ഈ സാധനം നമ്മൾ ഹീറ്റ് ചെയ്തുകൊണ്ടിരിക്കും. പിന്നെ എന്ത് ചെയ്യും? ബബിൾസും ഗ്ലാസ് ബോൾസും കംപ്ലീറ്റ് ആയിട്ട് പോയി കഴിഞ്ഞാൽ നമ്മളിതിനെ 800 ഡിഗ്രി സെൽഷ്യസ് വരെ തണുപ്പിക്കും. അപ്പം ആദ്യം 1800 വരെ ചൂടാക്കി ഈ സാധനത്തിനകത്തുനിന്ന് നമുക്ക് കാണാം കാർബൺ ഡൈ ഓക്സൈഡ് ലീവ് ചെയ്യുമെന്ന് പറഞ്ഞു. കാർബൺ ഡൈ ഓക്സൈഡ് പോയി കഴിയുമ്പം ഡീകളറൈസർ ആഡ് ചെയ്യും, അതായത് നൈട്രേ അല്ലെങ്കിൽ MnO2 ആഡ് ചെയ്യും. എന്തിനാണ്? അതിനകത്തെ ഫെറസ് അല്ലെങ്കിൽ കാർബൺ കോമ്പൗണ്ട് പോകാൻ വേണ്ടിയിട്ടാണ്, റിമൂവ് ചെയ്യാനാണ്. ഇനി കളേർഡ് ഗ്ലാസ് ആണ് വേണ്ടതെങ്കിൽ കളറിങ് സോൾട്ട് നമ്മൾ ആഡ് ചെയ്യും. ബബിൾസും ഗ്ലാസ് ബോൾസും കംപ്ലീറ്റ് ആയിട്ട് പോകും വരെ ഇത് ഹീറ്റ് ചെയ്യും. അത് കഴിയുമ്പോൾ ഇതിനെ നമ്മൾ കൂൾ ചെയ്യും, 800 ഡിഗ്രി സെൽഷ്യസ് വരെ കൂൾ ചെയ്യും. ഇനി ഈ സെക്കൻഡ് ഫേസ് ആണ് അടുത്തത് പറയുന്നത്, ഫോമിങ് ആൻഡ് ഷേപ്പിംഗ്. ഫോമിങ് ആൻഡ് ഷേപ്പിങ്ങിൽ ഒന്നെങ്കിൽ ബ്ലോവിങ് ചെയ്യും, അല്ലെങ്കിൽ മൗൾഡിങ് ചെയ്യും, അല്ലെന്നുണ്ടെങ്കിൽ റോളേഴ്സിനിടയ്ക്ക് വെച്ച് പ്രസ് ചെയ്യും. എന്നിട്ട് മോൾട്ടൺ ഗ്ലാസ്സിനെ നമ്മൾ ആർട്ടിക്കിൾസ് ആയിട്ട് മാറ്റുകയാണ് ചെയ്യുന്നത്. അടുത്ത ഫേസ് എന്ന് പറഞ്ഞാൽ തേർഡ് ഫേസ് അനീലിംഗ് ആണ്. അനീലിംഗ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഗ്രാജ്വലി നമ്മളിതിനെ കൂൾ ചെയ്ത് റൂം ടെമ്പറേച്ചറിൽ എത്തിക്കുന്ന പ്രോസസ്സാണ് അനീലിംഗ് എന്ന് പറയുന്നത്. ഗ്രാജ്വലി കൂൾ ചെയ്ത് റൂം ടെമ്പറേച്ചറിൽ എത്തിക്കുന്ന പ്രോസസ്സാണ് അനീലിംഗ്. പെട്ടെന്ന് കൂൾ ചെയ്താൽ എന്നാ പറ്റും? ഗ്രാജ്വലേ കൂൾ ചെയ്യാവുള്ളൂ. പെട്ടെന്ന് കൂൾ ചെയ്താൽ എന്നാ പറ്റും? പെട്ടെന്ന് കൂൾ ചെയ്താൽ മുകളിലത്തെ സർഫസൊക്കെ പെട്ടെന്ന് തണുക്കും, പക്ഷേ അകത്തെ സർഫസിൽ നിന്ന് ചൂട് പോകാൻ സമയമെടുക്കും. ഒന്നാമത് ഗ്ലാസ് ഗുഡ് കണ്ടക്ടർ അല്ല, അപ്പോൾ എന്ത് പറ്റും? സമയമെടുക്കും. സോ ക്രാക്ക് വീഴാൻ ചാൻസ് കൂടുതലാണ്. അനീലിംഗ് പീരീഡ് കൂടുന്തോറും ഗ്ലാസിൻ്റെ ക്വാളിറ്റി കൂടിക്കൊണ്ടിരിക്കും. ഫോർത്ത് ഫേസ് എന്ന് പറയുന്നത് എന്താണ്? ഫിനിഷിംഗ് ആണ്. അതായത് ക്ലീനിങ്, ഗ്രൈൻഡിങ്, പോളിഷിങ്, കട്ടിങ്, ഇതൊക്കെയാണ് ഫോർത്ത് ഫേസിൽ വരുന്നത്. സോ ഗ്ലാസിൻ്റെ മാനുഫാക്ചറിനകത്ത് ഫസ്റ്റ് ഫേസ് എന്താണ്? മെൽറ്റിങ്, സെക്കൻഡ് ഫോമിങ് ആൻഡ് ഷേപ്പിങ്, തേർഡ് അനീലിങ്, ഫോർത്ത് ഫിനിഷിങ്. ഓർക്കേണ്ട കാര്യം, മെൽറ്റിങ്ങിൽ എത്ര ടെമ്പറേച്ചർ? 1800. ബേൺ ചെയ്യുന്ന എന്താണ്? പ്രൊഡ്യൂസർ ഗ്യാസും എയർ മിക്സ്ചറുമാണ്. അതുപോലെ ഡീകളറൈസർ ഏതാണ്? നൈട്രേ അല്ലെങ്കിൽ MnO2 ആണ്. കളേർഡ് ഗ്ലാസ് ആണ്, അവിടെ തന്നെയാണ് കളേഴ്സ് ആഡ് ചെയ്യേണ്ടത്. സെക്കൻഡ് ഫേസ് ഫോമിങ് ആൻഡ് ഷേപ്പിംഗ്, തേർഡ് അനീലിംഗ് ആണ്, അനീലിംഗ്, ഫോർത്ത് ഫിനിഷിംഗ്.